ബലൂൺ ചലഞ്ച്. പൊട്ടി. ഇത് ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ ഇൻട്രോ പറയേണ്ട ആവശ്യമില്ല, ഇവരെന്നെ പറയണ്ട. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ പറഞ്ഞ മാതിരിയാണ്, ഞാൻ പറഞ്ഞ ഇപ്പം പറഞ്ഞ മാതിരിയാണ് അല്ലേ? നിങ്ങളെ സന്തോഷം നമ്മളെ സന്തോഷം. അതിപ്പോൾ പറയേണ്ട കാര്യം തുടങ്ങിയപ്പോൾ തന്നെ ഒലിപ്പിക്കലാണ്. ഇനി മുഴുവൻ ഇൻട്രോ എടുത്ത് നോക്കാം. ഇവൻ്റെ ഒലിപ്പിക്കൽ ഇല്ലാതെ തുടങ്ങിയിട്ടുണ്ടാവില്ല. അവിടെ നമ്മളെ പിള്ളേരാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണല്ലേ? യെസ്, സ്പെഷ്യൽ എന്നത്തെയും പോലെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പേര് ബലൂൺ ചലഞ്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നമ്മളെ വീഡിയോയ്ക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതെ, അപ്പോൾ നിങ്ങളോട് വലിയ രീതിയിൽ ഞങ്ങൾ നന്ദി പറയണം അല്ലേ? അതെ അതെ. നല്ല നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷം, ആ കാണുന്നതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. രോമം നീച്ചിട്ടുണ്ടെങ്കിലും രോമം നീച്ചിട്ടുണ്ട് എല്ലാടിയിട്ട് പറയണേ. അപ്പോൾ നല്ല രീതിയിലുള്ള കമൻറ്റ്, നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഞങ്ങളെ വെറുപ്പിക്കൽ നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ലാസ്റ്റ് പറയണ്ട. അല്ല, ഫസ്റ്റ് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കും. പ്രജിത്ത്, ഞാൻ പ്രജിത്ത് എന്ന് വിളിക്കില്ല, അപ്പു, അവന് ഇഷ്ടമല്ല തരാം. ഇവരെ നമുക്ക് എന്തെങ്കിലും പേരിടണം, കുറച്ച് കേട്ടെ. എന്നാ എനിക്ക് പ്രത്യേകിച്ച് പേര് നമ്മളിക്കണല്ലേ, അത് ഒഴിവാക്കെ. അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്താണ് അപ്പോൾ ഇവൻ്റെ മരത്തിൽ ഈഗോ അല്ലേ, ഈഗോ നിൽക്കില്ല. എന്ത് പ്രജിത്ത്, അപ്പു എന്ന് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കുറച്ച് സൈക്കോത്ര അത്രേ ഉള്ളൂ, ഈഗോ ഒന്നുമില്ല. ഈ മാറിനെ ക്യാമറ വിളിക്കണ്ട. ദിലീപിന്റെ ഒരു സിനിമയില് മറ്റേ വലിയ വിദ്യാഭ്യാസമുള്ള വീട്ടിൽ കുട്ടികളെ മാറിക്ക്. അപ്പോൾ നമുക്ക് ചലഞ്ചിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, അച്ഛനും അമ്മയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഉൾപ്പെട്ടിട്ടുണ്ടെന്നല്ലോ പറയുന്നത്. ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മതി, മലയാളം മതി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് നമുക്ക് പറയാം. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പം നമ്മളിതാ കുറച്ച് ബലൂൺ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയത്, കുറച്ച് ചെറുതായടാ. അത് പിന്നെ ഈ അമ്മനെ പറയല്ലേ, അമ്മനെ കാണിക്കില്ല. ഇത്ര പോലെ കമൻ്റാണ് വരുന്നത്. അച്ഛനെ വിളിക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താണ്, ബലൂണ് ചെറുതായി അമ്മേനെ കാണിക്കില്ല. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പരാതികൾ നമ്മൾ തീർക്കുന്നതായിരിക്കും. അച്ഛൻ ബലൂണൊക്കെ എടുത്ത് നമ്മൾ നാല് അല്ലല്ല ഒക്കെ ഏകദേശം ഒരു വലുപ്പമാണ്. അപ്പോൾ വലിപ്പം കൂടി നോക്കി തെരഞ്ഞു വെച്ചാൽ ഞാൻ വല്ല തോൽക്കൂല വെച്ചിട്ടാണ്. ആദ്യം ഇവർക്ക് റൂൾസ് പറഞ്ഞു കൊടുക്കണ്ടേ? 4 കളറുണ്ട്. 4 കളർ, ഒരു കളർ കൂടി 4 കളർ ഉണ്ടോ? ഈ 4 കളറ് 4 പേർക്കുള്ള കേട്ടോ. പക്ഷേ നമ്മളെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഗെയിമിൽ 2 പേരാണ് പങ്കെടുക്കുക. 2 പേര്. ഒന്ന് ഞാൻ, അച്ഛന് ജലദോഷം നോക്കളെ. എന്ത് പറഞ്ഞിരുന്നു, ഇനി എത്ര വീഡിയോ ഉണ്ടെങ്കിലും ഈ തുമ്മലും ചീറ്റില്ലാത്ത വീഡിയോ ഇവിടെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഒരു വലിയ തുടക്കത്തിൻ്റെ വലിയ തുടക്കത്തിൻ്റെ ആണ്. അപ്പോൾ തുമ്മലും ചീറ്റിലും ഇല്ലാതെ വീഡിയോസ് ഉണ്ടാവില്ല. മരുന്നില്ലെങ്കിൽ എന്ത് ഉത്സവം, മരുന്നില്ലെങ്കിൽ എന്ത് ഉത്സവം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കുറച്ചെടുത്തിട്ടുള്ളൂ. കുറച്ച് പറയുമ്പോൾ ഒരു 40 ബലൂൺ അത്രേ ഉള്ളൂ. അപ്പോൾ റെഡിയാക്കിയാണ്, ഗെയിമിനുള്ള പ്ലാനാണ്. നിങ്ങളെന്ത് വിചാരിച്ചു? നിങ്ങൾ വിചാരിക്കണ പോലൊന്നുമല്ല. ഇത് പഴയ കളികളൊക്കെ പണ്ട്. ഇനി എന്താ പക്ഷേ മോഹൻലാൽ പറയല്ലോ, ഇനി പുതിയ കളികൾ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു, 2 പേര് ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കും. ആകെ 2 റൗണ്ട് നമ്മൾ ഉദ്ദേശിച്ചുള്ള, ആകെ 2 റൗണ്ടാണുള്ളത്. ക്ലൈമാക്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവമാണ്. ലാസ്റ്റ് അത് പണിഷ്മെൻറ്റാണ്. പണിഷ്മെൻറ്റ് 2 പേർക്ക് കിട്ടും, 2 ഗാങ്ങിൽ 2 പേർക്ക്. ആദ്യത്തേൽ മത്സരിക്കാൻ പോകുന്നത് അച്ഛനും അമ്മയാണ്, രണ്ടാമത് ഞാനും അപ്പും. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ബലൂണ്, അതായത് 2 കളറുള്ള 6 ബലൂണ് 2 പേർക്കും കൊടുക്കും. ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂൺ വീർപ്പിക്കും. അതായത് ഊതി വലുതാക്കും. ഊതി വലുതാക്കണം മാക്സിമം വലുപ്പം 6 ബലൂണും മാക്സിമം വലുപ്പമുള്ളവർ
ജയിക്കും. മനസ്സിലായോ? അതിനിടയിൽ പൊട്ടിപ്പോയാൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. മാക്സിമം വലുപ്പം വെപ്പിക്കുക. മാക്സിമം വലുപ്പമുള്ളത് ഏതാണോ അവർ ജയിക്കും. അങ്ങനെയാണ് 6 എണ്ണത്തിൽ മാക്സിമം വലുപ്പം. അതിലൊന്ന് പൊട്ടിയാലും മാക്സിമം വലുപ്പമുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. ആദ്യം അച്ഛനും അമ്മയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ 6 ബലൂൺ ഉണ്ട് കേട്ടോ. ഇത് അമ്മയ്ക്ക്, ഇത് അച്ഛന്. ഇതാ 2 അപ്പോൾ 6 ബലൂൺ ഉണ്ട്. ഇത് അങ്ങോട്ട് വേണ്ടി ഞങ്ങൾ കൊടുക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊതി വീർപ്പിച്ച് മാക്സിമം വലുപ്പത്തിൽ ഊതി വീർപ്പിച്ച് കെട്ടണം. ഇതും അതേപോലെ തന്നെ കെട്ടണം. ഇത് ഇതുമ്മ വെച്ചിട്ട് തന്നെ കെട്ടണം കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് കയറൊന്നും കൊടുക്കില്ല. ഇത് ഊതി കഴിഞ്ഞാൽ ഇതിങ്ങനെ മറ്റൊരു കെട്ടുണ്ടല്ലോ, ആ കെട്ട് കെട്ടണം. എനിക്കറിയില്ല, ഞാൻ എന്താ കാട്ടുകയെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അറിയോ? ഞാൻ എൻ്റെ ശ്വാസം മുഴുവൻ നിറയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കെട്ടണം. ഇതിന് മാക്സിമം സൈസ് വരുന്നത്. പൊട്ടി കഴിഞ്ഞാൽ ഔട്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടാവും. പക്ഷേ സൈസ് ഉണ്ട്, വലുപ്പം ആരുതാന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഔട്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ഔട്ടാവും. എന്തെങ്കിലും പൊട്ടിയാലും ഔട്ടാവും, പൊട്ടിയിട്ട് ചെയ്യലും ഔട്ടാവും. ഇന്നസെന്റ് പറഞ്ഞ മാതിരി എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എന്താ അറിയോ, ഈ മൈക്കപ്പ് നമ്മളെ കയ്യിലുള്ളത്, നമ്മളിത് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വരും, കുറച്ച് സമയം പിടിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടാ, ഇത് അങ്ങോട്ട് ഒരാൾ ഇവിടെ പറയും, അടുത്ത ആൾ ഇവിടെ പറയും, അടുത്ത ആൾ ഇവിടെ പറയും, പിന്നെ അവൻ പറയും. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മളെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. അപ്പം മൈക്ക് എന്തായാലും വരുമ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊരു ഇതിലൊന്ന് കുറവുണ്ട് വേഗം തൊരയാണ് കഷ്ടല്ലേ. സ്കൂൾ കുട്ടികളെക്കാളും കഷ്ടം തൊരയാണ്. വേഗം ബലൂണൊക്കെ വാങ്ങി. അപ്പോൾ ഇത് വീർപ്പിച്ചിട്ട് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ കാണല്ലോ നല്ലത്, അതിൽ ഏറ്റവും വലിയ. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. ഇതാ നമ്മൾ ഇവർക്ക് 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങി ചെറുകാട്ടി ചെറുതായിക്കണേ. ഒന്നും പോയിന്റ് അടുത്തെടുത്തോ കളർ നോക്കി എടുത്തിട്ടാ. അച്ഛന് 6ൽ 1 നഷ്ടമായിരിക്കുന്നു. അങ്ങനെ ഇനി 5 പോയിന്റുകൾക്ക് സാധ്യത ഉള്ളൂ. നമുക്ക് നോക്കാം. അമ്മ ഭയങ്കര ഐഡിയ കേട്ടോ. ഏതറിയോ, ഒന്ന് വലിയ ഹോട്ടലിൽ വരുന്ന മാറ്റം വെക്കും, കുഴപ്പമില്ല. കയറും തരില്ല. എടാ എനിക്ക് കെട്ടാറില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കിട്ടി. അപ്പൊ ഒന്ന് അങ്ങനെ ഇല്ലില്ല പോകുന്നില്ല. അമ്മയ്ക്കൊന്ന് പൊട്ടിട്ടത് ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ അമ്മയ്ക്കൊന്ന് അച്ഛനൊന്ന്. അപ്പോൾ റൗണ്ട് 2 ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. റൗണ്ട് 2 പൊട്ടിയാല അമ്മനെ കാരണല്ലോ. അടുത്തെടുത്തോ തോറ്റുമുടങ്ങാതെ അച്ഛൻ വീണ്ടും. അപ്പോൾ ഇതാ ഗൈസ്, അപ്പോൾ നമ്മൾ ബലൂണ് ഇവിടെ ബലൂൺ ഉണ്ടാക്കി പൊട്ടിക്കാൻ തോന്നും. എന്താ അറിയില്ല, തോര അങ്ങനെ വരിക. ചിലത് അത് ഞാൻ പറയാം, ഇത് നമ്മളെ ജീവിതം മാതിരിയാണ്. ചിലത് ചീറ്റും, ചിലത് പൊട്ടും, ചിലത് കാറ്റിൻ്റെ ഓട്ടമുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ ഓട്ട കൂടെ കാറ്റും. നിൽക്കുന്ന സമയം അച്ഛനാണോ അമ്മയാണോ ആരാണോ ജയിക്കുന്നത്? എനിക്ക് പൊട്ടറാണപ്പോ എന്ത് സന്തോഷമാണ്. ഇതാ 2 ആൾക്കും 4 2 ആൾക്ക് 4 ബാക്കിയൊക്കെ കഴിഞ്ഞു. 2 ആളും പൊട്ടിച്ച് എത്താൻ പറ്റുന്നില്ല. അത് കുറച്ച് കാറ്റയച്ചുകൂടി. കാറ്റയച്ചിട്ട് ബലൂൺ ചേർത്താവൂലേ? മറ്റേ എന്താ വഴുതനങ്ങന്റെ ഷേപ്പ് ആയിരുന്നു. ഞാൻ പറയണെന്ന് വെച്ചു, ഇവന്റെ ഇപ്പൊ കരുനാവില്ലെങ്കിലും ഭയങ്കര പ്രാക്കാണ്. പൊട്ടറാണ് സന്തോഷം. പറ്റുമോ? അമ്മനോട് നിങ്ങളെന്താ പറഞ്ഞു? അച്ഛൻ പറഞ്ഞെന്താ അറിയോ, കയറെടുത്ത് കെട്ടിയ പുല്ലി പൊട്ടുമ്പോ അറിയില്ലല്ലോ. അച്ഛാ ഇതാണ്
കർമ്മ ആ കൊടുത്ത പണി കൊല്ലത്തും കിട്ടും. ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്? വെറും 2. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛന് ഇപ്പോൾ 2 ഉണ്ട്, അമ്മയ്ക്ക് ആകെ 1 ഉള്ളൂ കേട്ടോ. ഇത് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് 1 ഉള്ളൂ. ഫുള്ള് ഷോ ആണ് കഴിച്ചത്. ചിലപ്പോൾ അതിപ്പോൾ വേർപ്പിച്ച ചിലപ്പോൾ പൊട്ടും. അവിടെ വെച്ചോ. അപ്പോൾ അമ്മയ്ക്ക് 2 ആയി, അച്ഛന് 2 ആയിട്ടാ. ഇനി അമ്മയ്ക്ക് ഒരു ബലൂണ് ബാക്കിയുള്ളൂ, അച്ഛനായി ഒരു ബലൂണുള്ളൂ. അത് മാത്രം വേണ്ട. എടുക്കാൻ പറ്റില്ല, ഇനി എടുക്കാൻ പറ്റില്ല കേട്ടോ. ആ കാറ്റ് പോയതൊന്നും കുഴപ്പമില്ല. കുത്തി പൊട്ടിക്കുന്നത് അനുവദിക്കുന്നതല്ല, ഫൗളാണ്. ഊതനം കേട്ടിട്ടാ നമുക്ക് ഇനി അമ്മേനെ കഴിഞ്ഞ നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കേട്ടില്ലേ? അത് മിക്കവാറും പറഞ്ഞോളെ ചാൻസ് ഉണ്ട്. അപ്പം ഇനിയില്ല, കഴിഞ്ഞ് 2 മുട്ടി. അപ്പോൾ നമ്മൾ വിജയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇത് ആരുടെ കളറാന്ന് ഓർമ്മണ്ട? ഇത് അമ്മേൻ്റെയാണ്. അപ്പോൾ വിജയായിരിക്കുന്നത് അച്ഛനാണ്. ഇതാണ് അമ്മേൻ്റെ സൈസ് കേട്ടോ, 3 എണ്ണം ഇതാണ്. എന്താ അമ്മക്ക് പറയുള്ളത്? അച്ഛൻ്റെ വലുത് തോന്നുന്നു. ഇനി അച്ഛനെ ഒന്ന് കാണിച്ചാൽ വിടല്ലേ അച്ഛനൊന്ന് കാണിച്ചാൽ 3 എണ്ണം. അത് അമ്മേനെ പോലെ തന്നെ 3 എണ്ണം എൻ്റെ പോലെ. അപ്പോൾ അമ്മയ്ക്ക് ക്ലൈമാക്സിൽ നമ്മളൊരു പണി വെച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ക്ലൈമാക്സിൽ ഒരു പണി വെച്ചിട്ട് അടുത്ത ലെവലിൽ കൂടി നോക്കിച്ചിട്ട് ഞാൻ നിങ്ങളപ്പോൾ നോക്കി കെട്ടറിയില്ല. ഇനി എന്താ പറയുക, ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും വലിയ മത്സരം. അതായത് ഞാനും അപ്പുവും. ശരിയാക്കി തരടാ. അപ്പോൾ നമുക്ക് നേരെ അതിൽ കിടക്കാം. അയ്യാ, മഞ്ഞ പച്ച പച്ച മഞ്ഞ മഞ്ഞ പച്ച. അവൻ ഞങ്ങൾ 2 പേരും ഈ കളറായിരിക്കുന്നത്. ഗെയിമിൽ എടുത്തോണ്ട് ഞാൻ മഞ്ഞ അതിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നതാണ് യുദ്ധം. ഗെയിമിൽ ഞങ്ങൾ ഏട്ടനും ചേട്ടനും അനിയനൊന്നല്ല, ഗെയിമിൽ ഞങ്ങൾ അതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് പേരും ഞാൻ പോക്കറ്റിൽ വെച്ചിരിക്കുന്നു. വേണ്ട അപ്പോൾ എന്റെ വണ്ടി തള്ളാൻ ഒരു പട്ടി ഒന്നിനെ വിളിക്കില്ലല്ല. അല്ല ചോറ് കയറി ഓവറൊക്കെ പൊട്ടും ഞാൻ. അപ്പോൾ റെഡി സ്റ്റാർട്ട് ഗോ. ഇതൊരു സുഖാണ്, ഒരു പ്രത്യേക സുഖം മോനെ. വല്ലാതെ അഹങ്കരിക്കണ്ട. അപ്പോൾ എൻ്റെ 1 നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിടുന്നതല്ല, ഇനി അടുത്തടുത്ത് പണിപാളി കെട്ടാൻ പറ്റില്ല. ഇത് മറ്റെന്താ പറയുന്നത്, നമ്മളത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അടുത്തത് ഇതിപ്പോൾ ഇടി വെട്ടുന്ന പാമ്പടിച്ചു. ആടാ ഐഡമാനെ, എൻ്റെ ഐഡിയ കഴിക്കാൻ മനസ്സിലായി. ചെറിയ തളരില്ല, തളരരുത് രാമകുട്ടി, തളരരുത്. എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എതിരാളികളെ കണ്ട് പഠിക്കണമെന്നാണ്. അവൻ എങ്ങനെ കേട്ടോ കെട്ടി കഴിഞ്ഞാ ഏകദേശം മനസ്സിലായി എങ്ങനെയാണ് വെറുതെ തിരിച്ചിട്ട് മനസ്സിലായി. അല്ല ചന്തകളായിട്ടാ എൻ്റെ 1 കഴിഞ്ഞു. അയാളെ മാറ്റുന്നുണ്ട്. നമുക്ക് ബുദ്ധിപ്പെടാൻ മനസ്സിലായി. നമ്മൾ ഏടാ ഓനെനിക്ക് കാണിച്ചു തരാതെ പോലെ കഷ്ടപ്പെട്ടു. അല്ല എൻ്റെ അല്ല അത് സംഭവമായിട്ട് പ്രശ്നമാണ്. അല്ല, 1 ഞാൻ നിറച്ചു വെച്ചു. ഒന്ന് കൂട്ടട്ടെ നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്തതും ആക്കിയിരിക്കുകയാണ്.
അത് പറ്റില്ല, അച്ഛൻ്റെ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. കൊടുത്തല്ലോ പൊട്ടിയാലല്ലോ. ഇല്ല സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചാ? എന്നാ വീർപ്പിച്ചോ. ഇത് ഓവറിട്ട് തിരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എങ്ങനെ ഇപ്പൊ കിട്ടിയ എത്ര പെട്ടെന്ന്? പെൺകുട്ടികൾക്ക് കുറെ പേരോട് വീർപ്പിച്ചെടുത്ത് ശീലമാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇഷ്ടപ്പെടും. അത് കൃഷ്ണൻ പിന്നെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ കൃഷ്ണനും കുറെ പെൺകുട്ടികളും കുറച്ച് ചെക്കന്മാരുള്ളൂ അല്ലേ ഇടങ്ങൾ ക്ലാസ്സിൽ. അതിൻ്റെത് അവിടെ കിടന്നൊന്ന് പൊട്ടിയതാണ്. അത് ഒന്ന് കൂട്ടണം അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ഇന്നൊരു വിഷള ആവശ്യത്തെ പരിപാടി ഗായ്സ്. അപ്പൊ നമ്മളത് കഴിഞ്ഞ് ഇത് കൈ പിടിക്കുക. അവിടെ വെച്ചാൽ ശരിയെ ചെയ്തിട്ട് ചിലപ്പോ ഷൂ തട്ടിട്ട് പോകും. കഴിവേറിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പഠിച്ചാൽ പോരാ, മാത്രം പോരാ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പഠിക്കണം. വേണ്ട, അതാണ് എവിടെ പോയാലും കഴിച്ചിലാവാൻ പറ്റണം. കഴിച്ചത് കണ്ടില്ലേ പോയിട്ട്. വട മാത്രല്ല ബെന്ന് ചാർജർ വെച്ചിട്ട് ബെന്നെടുത്തത്. അത് നമ്മളെ കഴിഞ്ഞ വീഡിയോകളുടെ അതിന്റെ സ്റ്റോറി മൊത്തം. അത് ഏതാ വീഡിയോ? ചപ്പാത്തി അല്ല. അപ്പൊ ഗായ്സ് നമ്മൾ അടുത്ത എന്റെ തൊട്ടൂര്. അപ്പൊ ഗായ്സ് ഒന്നിന്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഇവര് കോൺസെൻട്രേഷൻ കൊണ്ടേ കളഞ്ഞു. അതവൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ തോറ്റിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് വെക്കും. ഇതൊക്കെ ലാസ്റ്റ് വേറെ പരിപാടി ഉണ്ട്. മതി പോ ഷോ നിർത്തി പോടാ. പോടാ. ഇഞ്ഞും വേണ്ട. ഇത് മറ്റേ പാട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര്. അപ്പോൾ നമുക്ക് 3 കിട്ടിയുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ അവൻ ജയിച്ചിരിക്കണം. ഇനി തോറ്റവർക്കുള്ള കുറച്ച് സംഭവം. അപ്പൊ ജയിച്ചവർക്ക് പണി കൊടുക്കാൻ തോറ്റവർക്കുള്ള പണി ഇനി നടക്കാൻ പോകുന്നുള്ളൂ. അത് ഇവർ അത് റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ട്വിസ്റ്റ് ഇതാണ്. ഈ ബലൂൺ ഇവരാരെങ്കിലും ഇന്ത്യ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ദുഷ്ടനാണ് ഇവരാണ് വീട്ടിലെ ദുഷ്മൻ. അപ്പോ പറട്ടെ, ഇനിയും പറട്ടെ. അതായത് ഇതാണ് പറയട്ടോ. അപ്പോ സിബടച്ചാണ് നേരത്തെ തുറന്നതേ. അല്ല ഈ സിബ് അങ്ങോട്ട് താഴത്തേക്ക് നോക്കല്ലേ. അപ്പോൾ എന്താ അറിയോ, ഇത് ഞങ്ങൾ രണ്ടാളെ തലയിൽ ഇവരെ ആരെങ്കിലും പൊട്ടിക്കുന്നതാണ്. അതാണ് ട്വിസ്റ്റ്. ഞാൻ ഇവർക്ക് വേണ്ടി വെച്ചായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ തലയിലായി. അപ്പോൾ നമുക്ക് നേരെ അത് കാണാം. അപ്പം നമ്മൾ അമ്മ പ്രതികാരം വിട്ടു. ഇനി അടുത്തേൽ 1 2 3 സ്റ്റാർട്ട്. ഇതാ മറ്റേ നനഞ്ഞ കോഴി അമ്മയുടെ ട്രോളില്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ എക്സ്പീരിയൻസ്? അമ്മ ഇനി ഇത് വീഡിയോ കഴിഞ്ഞ് അമ്മല്ല തീർക്കും. അമ്മ തീർക്കും. അടക്കുള്ള പണി ഞാൻ തരടാ. എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണികൾ ഇനിയും നമ്മൾ കൊടുക്കുന്നത്. അതെ, എന്തായാലും അതിസുന്ദരമായ ഒരു പണിയായിരുന്നു അല്ലേ? വളരെ നന്നായിട്ട് ചെയ്തിട്ടില്ല ഞാൻ. ഇനി അടുത്തത് ഇവരാണ്. ഞാൻ തന്നെ ചെയ്താ പോരെ? അതൊക്കെ തീർക്കണച്ച. അപ്പോൾ ഗായ്സ്, നനഞ്ഞ കോഴിയുടെ അടുത്ത് നനയാത്ത കോഴി ഇവിടെ ഇരിക്കുന്നുണ്ട്. കോമഡി ആയിട്ടൊക്കെ തോന്നുപ്പോ. ഇതിന് അടുത്തതിൽ വരുന്നുണ്ട്. ഞാൻ ഉറപ്പാണ് ഇതിനുള്ള പണി അടുത്ത വീഡിയോയിൽ ഉറപ്പാണ്. നമ്മൾ തിരിച്ചടിക്കും. അച്ഛനും ഇവനുള്ള പണി അത് ഓം ക്രീം 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 ഐസ്ക്രീം സോഹാനന്ദ സോഹ. അതിമോഹമാണ് ഉണ്ണി, അതിമോഹം. എന്ത് മോഹം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ തെറ്റാണ്. ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നീ ഇനിയും ഒരു 15 വർഷം കൂടി ജീവിച്ചിരിക്കേണ്ടി വരും.
ഒരു വിഷയം പൊളിയാതെ ഇങ്ങനെ തള്ള. പറയന്നെ വായിക്ക് വായന എന്താ കിട്ടണ അത് പറയന്നെ. പറഞ്ഞില്ല വായിക്കാം. വെറും കീടമാണ് ഗൈസ്. കുറച്ച് കഞ്ഞിരിക്കട്ടെ, കുറച്ച് കഞ്ഞിരിക്കട്ടെ ഏട്ടാ. ആവാം. അയ്യോ നീ ചോദിച്ചോ, സാരില്ല കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ട് അവസാനിപ്പിച്ചാലോ? ഇപ്പൊ അവസാനിപ്പിക്കണം. ആ ബലൂണൊക്കെ ഉണ്ടോ, ഒന്ന് പിടിച്ചാലോ? അപ്പൊ കുറച്ചും കൂടി ബലൂൺ ഉണ്ട് ബാക്കി, നമുക്ക് ഇതേവരെ പിടിച്ചാലോ? അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഞങ്ങൾ ഇല്ലത്തെ കുട്ടികളാ, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുള്ളോ? എന്തായാലും താങ്കൾക്ക് സന്തോഷമായില്ലേ? എനിക്ക് തൃപ്തിയായി. എന്റെ കൂട്ടുകാർ അറിഞ്ഞിരിക്കണേ. പണി ഞാൻ കൊടുത്തിരിക്കും. ഇത് ഞാൻ പ്രണവാണെങ്കിൽ പണി ഞാൻ കൊടുത്തിരിക്കും. മൈക്ക് അവിടെ ഇവിടെ കൊണ്ടുപോയി നടക്കാൻ വെക്കാൻ പോണില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാ. അതിനൊരു ബലൂൺ എടുത്താ. ബലൂൺ ആ എടുത്താ. വരക്ക് വരക്ക്. ആ സുഖാണ്ട് വാരി കിട്ടി. നല്ല ബലൂൺ ഉണ്ട്. അപ്പോ ഗൈസ് എനിക്ക് സന്തോഷമായി, നിങ്ങൾക്കും സന്തോഷമായിട്ടാവും. ചലഞ്ച് നമ്മൾ ചെയ്യുന്നതല്ല ഇനി അപ്പോൾ വേറെ കയ്പങ്ങ മുളക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇവർക്ക് സന്തോഷമായി തോന്നുന്നു. തലയിലൊന്നുമില്ല, ഇതിലൊക്കെ പോയില്ലേ. ഇവരെല്ലാവരും കൂടി സത്യം പറഞ്ഞ ഇന്നിട്ട് പണിയാനുള്ള പ്ലാന്, പക്ഷെ മാറി പോയില്ലേ. അപ്പോൾ ഒരു സുഖം സുഖം ഉണ്ടാവിടാ, സുഖം ഉണ്ടാവിടാ. എനിക്ക് സുഖമില്ലാതിരിക്കടാ. ഇത് ഇങ്ങനെയൊക്കെ കാട്ടി കൂടെ എനിക്ക് സുഖമില്ലാതിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതല്ല, ഇത് മാത്രമല്ല, ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ ഇതിൻ്റെ ബാക്കിയില്ല, അത് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ക്രൂരത തോന്നുന്നുണ്ടല്ലോ. ഇനിയും പ്രതീക്ഷിക്കണത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുമെങ്കിൽ വീഡിയോ ഇനി കഴിഞ്ഞു ഇനിയും വരും. സാധനം ഞാൻ ഇനി കണ്ടത് അതിനുള്ള പണി അടക്കുന്നത് കിട്ടും. അടുത്ത പണി അവനാണ്. സമ്മതിക്കുള്ള പണിയാണ്. ഞാൻ അവനെ മാത്രം കണ്ട് എത്തിയ പരിപാടിയായിരുന്നു. പക്ഷെ പാളി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്താ പറയുക, വെടിക്കെട്ട് പോലെ പാളി. അല്ല, ഒരു കാര്യം പറഞ്ഞില്ല, നമ്മളെ വീഡിയോ അവസാനിക്കണേ. അപ്പം നമ്മളെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ആ അവസാനിക്കും, അത് പറഞ്ഞിട്ടില്ലല്ലോ. വീഡിയോ ഇതിനോടുകൂടി അവസാനിക്കും. അല്ല, ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കണം. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അച്ഛന് സങ്കടമൊന്നുമില്ല, അമ്മേൻ്റെ തലക്ക് ഇന്ന് രാത്രി പൊങ്കാല. രാത്രി പൊട്ടിക്ക് രാത്രി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ചെയ്യട്ടാ. പിന്നെ നമ്മളെ ബാക്കി വീഡിയോസ് ഒക്കെ അടിയിലുണ്ട്, വേണമെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് അല്ല വേറെ സാധനം കൊണ്ടിട്ട് സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിലും സൂപ്പറായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.